നമ്മുടെ മലയാളി സിനിമാ പ്രേമികളുടെ ഒരുപാട് ഇഷ്ടം ഏറ്റുവാങ്ങിയ നടനാണല്ലോ ലാലേട്ടൻ. അതേ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ദുരന്ത ഭൂമിയിൽ ആർമി യൂണിഫോമിൽ എത്തിയതിനെ ഒരുപാട് പ്രേക്ഷകർ വിമർശിച്ച് രംഗത്തെത്തിയെങ്കിലും അതിൽ ഏറ്റവും മോശം ഭാഷയിൽ ലാലേട്ടനെ അധിക്ഷേപിച്ച രംഗത്തെത്തിയത് ഒരു യൂട്യൂബ് ചാനൽ ഉടമ കൂടിയായ ഈ കാണുന്ന ഒരുത്തനാണല്ലോ. ഇപ്പോഴത്തെ അതേ ഒരുത്തൻ, അതായത് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന അജു അലക്സ് ഇപ്പോഴത്തെ ഒരു കുറ്റവാളിയായി മാറിയിരിക്കുന്നുവെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. നിങ്ങളിൽ കൂടുതൽ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ലാലേട്ടനെ അധിക്ഷേപിച്ച കേസിൽ ചെകുത്താനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ്. ഇന്നലെ രാത്രിയോടെ പോലീസ് കേസെടുത്തു എന്നൊരു വാർത്ത വന്നതിന് പിന്നാലെ ഒളിവിൽ പോയ ഈ കാണുന്ന കുറ്റവാളിയെ ഇന്ന് രാവിലെയോടെയാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അഴിക്കുള്ളിൽ കാണാനായിട്ട് കഴിഞ്ഞത്. ആർമിയെ പോലും ഇതിനോടകം തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ചെകുത്താൻ നേരത്തെ വീഡിയോ ഇട്ടത്. ലാലേട്ടനെ ഇപ്പോൾ മാത്രമല്ല വർഷങ്ങളായിട്ട് പല രീതിയിൽ മോശം ഭാഷയിൽ അധിക്ഷേപിക്കുന്ന കാഴ്ച നാം കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അന്നൊന്നും തന്നെ ഒരു കേസും ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നില്ല. ലാലേട്ടൻ കേസിനായിട്ട് പോയിട്ടുമില്ല. ഇപ്പോൾ ആണെങ്കിൽ പോലും ലാലേട്ടനല്ല കേസ് നൽകിയിരിക്കുന്നത്, മറിച്ച് ലാലേട്ടന്റെ സുഹൃത്തും നടനും അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖാണ് ഈ അജു അലക്സിനെതിരെ കേസ് നൽകിയത്. ഇപ്പോഴത് അതിനെ തുടർന്നാണ് കസ്റ്റഡിയിൽ അജു അലക്സിനെ എടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിലെ സിദ്ദിഖിന്റെ ഇടപെടലിനെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള പാത എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ അതേസമയം നല്ല ഇടികൊടുത്ത് പറഞ്ഞു വിട് സാറുമാരെ എന്നാണ് പോലീസിനോട് ഇതിനോടൊപ്പം തന്നെ ലാലേട്ടന്റെ ആരാധകരും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. ഈ ഒരു വാർത്തയുടെ കൂടുതൽ ഫോളോ അപ്പ് വാർത്തകൾ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം.